അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹക്കീം ഫൈസി സമസ്തയുടെ 100-ാം വാർഷിക പ്രചരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്രയുടെ ഭാഗമായി ടിപ്പു സുൽത്താൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന വയനാടിൻ്റെ ഹരിതഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര വയനാട്ടിലൂടെയാണ്. പല കേന്ദ്രങ്ങളും സന്ദർശിച്ചു. ഇപ്പോൾ കാട്ടിച്ചിറക്കൽ മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മക്കാമിൽ മക്ബറയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. ഞങ്ങളെ വല്യപ്പാർ സഹോദരന്മാരാണ്. എൻ്റെ ഉപ്പാൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഹക്കീം ഫൈസിയുടെ ഉപ്പാൻ്റെ ഉപ്പയൊക്കെ നേരെ സഹോദരന്മാരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നെച്ചിക്കാടന്മാരാണ്, നെച്ചിക്കാട് ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം ഈ ഒരു ദൗത്യവുമായിട്ട് ഇറങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഹക്കീം ഫൈസിയോട് യാത്ര ഏകദേശം കേരളത്തിൻ്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു, സമസ്തയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട്, സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ട് കടന്നുപോയ നാടുകളിൽ എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ ഹക്കീം ഫൈസി നമ്മളോട് പങ്കുവെക്കും. അതുപോലെ വയനാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പങ്കുവെക്കും. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായി ചോദിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ, അതായത് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് യാത്ര ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സമസ്തയുടെ പ്രവർത്തകർ സമ്മേളനത്തെ വരവേൽക്കാൻ വേണ്ടി ഏത് തരത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്? ഇപ്പം എന്തായാലും പറഞ്ഞാൽ കന്യാകുമാരിയിൽ ഫസ്റ്റായിട്ട് ചെന്നു. അവിടുത്തെ ഹൃദ്യമായ സ്വീകരണമാണ്. അതിലപ്പുറം ഞാൻ ചോദിക്കുന്നുണ്ട്, അതായത് അവിടുത്തെ പ്രവർത്തകരോട്, എത്ര ബസ്, നിങ്ങൾ 3 ബസ്സെങ്കിലും കന്യാകുമാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കാസർഗോഡ് നിന്നത്തിന് 700-800 കിലോമീറ്റർ അപ്പുറത്താണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ്. ഒരു 3 ബസ്സെങ്കിലും നിങ്ങൾ അങ്ങനെ നമ്മളെ 100-ാം വാർഷികത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഇൻഷാ അല്ലാഹ് 33 ബസ്സങ്ങളുണ്ടാവും. കന്യാകുമാരി മാത്രം? കന്യാകുമാരി പറഞ്ഞാൽ നമ്മൾക്ക് സമസ്ത അവിടെ ഉണ്ടോന്ന് തന്നെ ഇപ്പോഴാണ് നമ്മൾ. പക്ഷെ ഞാൻ വരുന്നതിന്റെ 3-4 ദിവസം മുമ്പാണ് അവിടെ കമ്മിറ്റി രൂപീകരിക്കുന്നത് SKSF. അവർ പറയാൻ ഭയങ്കര സന്തോഷം, ഞങ്ങൾ ഭയങ്കര ചർച്ച ചെയ്ത് 4 ദിവസം മുമ്പാണ് അവിടെ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അവിടെ നിന്നാണ് 33 ബസ്. അപ്പൊ സമ്മേളനം നമ്മൾ കണക്കൂട്ടി കൊടുത്തും വിടും. നമ്മൾ ഈ യാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളേരി കൂടെയാണ്. ഞാനിപ്പോൾ ഈ വരുന്ന കുറച്ച് പൈലറ്റ് വാഹനം മുമ്പിലും ഇത്ര സ്വീകരണം വേണം, അതിനനുസരിച്ചുള്ള പോക്കല്ല. നമ്മൾ വീഡിയോസുകൾ കണ്ടാൽ തന്നെ അറിയിക്കാറും അത് ഓരോ ഉള്ളേരി ഗ്രാമങ്ങളിൽ പോയിട്ടും അതുപോലെ തന്നെ ചെറിയ മദ്രസകൾ, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അത് എത്തിച്ചു കൊടുക്കുക. അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര അതാണ് ഒന്നും കൂടി ഇഷ്ടം. മറ്റുള്ള വലിയ ബിൽഡിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കണേക്കാട്ടി, ഇപ്പോൾ ഉദാഹരണം പറയാം, കൊല്ലം ജില്ലയിൽ ഒരു ഉസ്താദിന്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാറിയില്ല, വീട്ടിലുള്ള അത് ഭയങ്കര ജനങ്ങളെ ഏറ്റെടുത്ത ഉസ്താദ് വിളിച്ച്, അതായത് കൊല്ലം ജില്ല അവിടെ മൊത്തം ചർച്ച ആയിട്ടുണ്ട്. അതിനപ്പുറം ഒരുപാട് ഫണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ യാത്ര കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സമസ്ത പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ സമസ്തയുടെ സ്ഥാപനങ്ങൾ, സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുക. തികച്ചും വ്യത്യസ്തമായ, ഞങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച കാര്യം, സാധാരണ നമ്മൾ കണ്ടു പരിചയമുള്ള വലിയ സമുച്ചയങ്ങൾ, അതൊക്കെ അതിൻ്റെ പരസ്യവും പ്രമോഷനൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സ്വന്തം വീട്ടിൽ സഹചാരി സെൻറ്റർ നടത്തും, കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. അതേപോലെ തന്നെ ഒരാൾ സ്വന്തം വീട്ടിൽ ഒരു ഹിഫ്ള് കോളേജ് നടത്തുക, അതും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച്, അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സ്വരൂപിക്കുന്ന സംഭാവനകൾ ഉപയോഗിച്ചതൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതം, കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറയാം, കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു. ഞാൻ അവിടുന്ന് അത്ഭുതപ്പെട്ടാണ് വീട്ടിൽ മജീദ് നൂർ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതല്ല, അയാളിത് അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വ്ളോഗിൽ വരണമെന്നല്ല. അയാളെ മനസ്സിലെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ഉസ്താദ് ഇയാളെന്തോ സംഭവമായിട്ട് കാണാണ്. ഈ ഉസ്താദ് എൻ്റെ കടയിൽ കയറി, അല്ല എൻ്റെ കടയിൽ നമ്മൾ സഹചാരി വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, ഒരു വെള്ളം കുടിച്ച് പോകണം. അതായത് അവിടുത്തെ SKSF പ്രവർത്തകർ പറയണത്, ആരെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും പഴമ്പരും ചായ അയാൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കും. അയാൾ പറയണത് അത് ഇങ്ങനെ ജീവിക്കണ ഒരുപാട് മനുഷ്യന്മാർ, അറിയപ്പെടാതെ വ്യക്തികരായതും പടച്ചോനെ ഇഖ്ലാസ് വെച്ച് നടക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ അല്ലാത്ത തന്നെയാണ് ഈ വിഷയം. നിസ്വാർത്ഥരായ മനുഷ്യന്മാർ ഒരുപാടുണ്ട് സമസ്തക്ക്. അതൊക്കെ സമസ്തയോടുള്ള സ്നേഹം കൊണ്ടാണ്. സമസ്തയോടുള്ള സ്നേഹം തന്നെ തീർച്ചയായിട്ടും.
പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ യാത്ര അങ്ങനെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ, വയനാട്, മലബാർ ഏരിയകളിലേക്ക് വന്ന സമസ്ത പ്രചുര പ്രചാരം നേടിയ ഒരു ഏരിയ. തെക്കൻ ജില്ലകളെ സംബന്ധിച്ച് നമുക്ക് അത്ര ഒരു ധാരണയില്ല. അവിടെ സമസ്ത ഉണ്ടോ, സമസ്തൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ല. പക്ഷെ നിങ്ങളെ യാത്ര വളരെ ചെറിയ ഭാഗത്ത് കൂടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോയിട്ടുള്ളൂ. ഓരോ ജില്ലയിലും ഓരോ ദിവസം. പക്ഷേ അവിടുത്തെ ആളുകളുടെ ആവേശം കാണുമ്പോൾ നമുക്ക് തന്നെ രോമെടുത്ത് ഓടിക്കാം. കാരണം അത്രത്തോളം സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. തെക്കൻ ജില്ലയിൽ നമുക്കറിയാം, തെക്കൻ ജില്ലയിൽ പിന്നെ അവിടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയും സമസ്ത അതിൻ്റെ വേര് പടർത്തിയിരിക്കുകയാണ്, സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. ശരിക്കും വിപുലമായിരിക്കുന്നൊരു യാത്ര. സയ്യിദുൽ ഉലമൻ്റെ യാത്രയ്ക്ക് വരുമ്പോൾ അത് കുലുങ്ങും. 90-ാം വാർഷികത്തിന് നമ്മൾ 90-ാം വാർഷികം നടന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ അവിടെയാണ് 90-ാം വാർഷികത്തിന് തങ്ങൾ ഈ യാത്ര സഞ്ചാരം അവിടെ വരുന്നുണ്ടല്ലോ, അവിടെയാണല്ലോ പോയിന്റ്, ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ജനങ്ങൾ പറയാണ് എന്തായാലും ഇത് വ്യത്യസ്തമായിരിക്കും ആ യാത്ര, കുലുങ്ങും. അതാണ് തങ്ങളെ ഏറ്റെടുക്കാൻ ജനങ്ങൾക്ക്. പക്ഷെ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സയ്യിദുൽ ഉലമ വേറെ വ്യത്യസ്തമാണ്. സയ്യിദുൽ ഉലമ സമസ്ത അവർക്ക് ഭയങ്കര ആവേശം, രോമാഞ്ചം. എനിക്കൊന്ന് 90-ാം വാർഷികത്തോടു കൂടെയാണ് തെക്കൻ കേരളത്തിൽ തീർച്ചയായിട്ടും, അതായത് ആലപ്പുഴ ജില്ലയിലും പറഞ്ഞ പോലെ ആലപ്പുഴ ജില്ലയിലും സമസ്തൻ്റെ എത്രത്തോളം പവിത്രത ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും ജനങ്ങളത് ഉൾക്കൊള്ളുന്നതും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതേപോലെ 100-ാം വാർഷിക ഒരു ചരിത്ര സംഭവമാണ്. കാസർഗോഡിനാണ് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കാസർഗോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കാസർഗോഡ് അതിർത്തി ജില്ലയാണല്ലോ. കർണാടക ഒന്നായിട്ട് ഇളകി വരുന്നതാണ് അറിയാൻ സാധിച്ച വിവരം. കർണാടക കന്യാകുമാരി 33 ബസ് ഉണ്ട് പറഞ്ഞില്ലേ, ആ 33 ബസ് ഞാൻ അവിടുന്ന് വരികയല്ലേ ആളുകള്. അപ്പൊ ഈ കർണാടക, ഈ അതിർത്തി, കൊടക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ അതിർത്തി, അവിടുത്തെ ആളുകൾ തന്നെ കൂടിയാൽ തന്നെ നിറയോന്ന് എനിക്ക് പേടി. കേരളക്കാർക്ക് പങ്കെടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല തോന്നുന്നേ. പിന്നെ ഈ കർണാടകത്തെ ആളുകൾ പറഞ്ഞു അവിടെ സംഘടനാ ബേസ് അല്ലാതെ തന്നെ മുസ്ലിങ്ങൾ ഒന്നായിട്ട് ഒഴുകുന്നതാണ് അവരുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഈ കൊടക്, ഞാൻ സത്യം പറഞ്ഞാൽ മലബാർ തലത്തിൽ നമ്മൾ കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെ നമ്മളെ ഏരിയയിൽ വല്ലാതെ ഇതിന് കൂടുതൽ പ്രചരണം കൊടുത്തിട്ടില്ല. ഞാൻ അന്ന് എനിക്ക് പനിയും കാര്യങ്ങളും വന്ന് ഞാൻ കുറച്ച് റെസ്റ്റിലായി, 2 ദിവസം റെസ്റ്ററായി പോയി. ഞാൻ കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ എന്തായാലും ഇവിടെ സമസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇനി കൂടുതലായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കൂടുതലായിട്ട് ഇതാവണ്ട, മറ്റുള്ള ഏരിയക്ക് ഇതാവും. പക്ഷെ കൊടകുന്നൊക്കെ എത്ര വലിയാണ് വരുന്ന ദിവസം. നിങ്ങൾ വരണം. ഓരോ സ്ഥാപനം അവരെ വിചാരം എന്താ അറിയും, ഞാൻ ഓരോ യൂണിറ്റിൽ കയറും, ഓരോ മഹലിൽ കയറിയിട്ട് പ്രചരണം നടത്തുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തണ്ടേ. അപ്പോൾ 2 ദിവസം ഉള്ളൂ. പക്ഷെ ഭയങ്കര സങ്കടമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കണം കൊടകേര്, ഇന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പ്. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ആവണത്, എങ്ങനെയൊക്കെ അവർ ചർച്ച, നമുക്ക് പറ്റുമോ, നമ്മളെ തീരുമാനത്തിനനുസരിച്ച് നിൽക്കുകയാണ്. മാഷാ അല്ലാ, ഇത് സമസ്തയോടുള്ള സ്നേഹം. നമ്മളിപ്പോൾ ഒറ്റയാൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അങ്ങനെ പോകുന്നതിന് പകരം ഇത് സമസ്തയോടുള്ള സ്നേഹമാണ്, മുഹബത്താണ്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ നിങ്ങളിപ്പോൾ കേരളം ഇപ്പോൾ സമസ്തയെ അറിയുന്ന ഒരു നാടാണ് കേരളം. തീർച്ചയായിട്ടും. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. കേരളം വിട്ട് കഴിയുമ്പോൾ സമസ്തൻ്റെ പ്രചരണവുമായിട്ട് പോകുമ്പോൾ അവിടെ ഏത് രീതിയിൽ സമസ്തയെ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഇൻഷാ അല്ലാ അതിന് കുറച്ച് മാറ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നോട്ടീസ് ഉപയോഗിക്കുക, അതായത് ഇപ്പോൾ തീരെ ഏരിയകളിൽ ഉണ്ടാവില്ലല്ലോ സമസ്ത എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും അതുപോലെ തന്നെ നോട്ടീസും കാര്യങ്ങളും ഓരോ പള്ളികളിലൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. പറ്റുന്നിടത്തേക്ക് ഒട്ടിക്കാൻ പറ്റുന്നിടത്തേക്ക് ഒട്ടിച്ചിട്ടും സമസ്ത എന്താണെന്ന് വായിക്കട്ടെ. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങളാവുക. അതായത് ഇൻഷാ അല്ലാ നമുക്ക് എങ്ങനെയൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ. ഇതിപ്പോൾ കേവലം ജനങ്ങൾ മനസ്സിലാക്കട്ടെ, കേരളക്കാർ മനസ്സിലാക്കട്ടെ സമസ്ത അവിടെ എത്രത്തോളം വേരൂന്നി പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ പ്രയാണം 100 ദിവസത്തെ യാത്രയാണെന്ന് പറഞ്ഞു. കാശ്മീരിൽ 100ാമത്തെ ദിവസം എത്തുകയാണോ? ഈ ഡിസംബർ 15 മുമ്പായിട്ട് അവിടെ കയറണം, അല്ലെങ്കിൽ അവിടെ അതിർത്തി അടക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പം 8-ാം തീയതി ഞാൻ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ പെട്ടെന്നാവണം, അതായത് ഡിസംബർ 15 മുമ്പ്. ഇപ്പോൾ ഏകദേശം മഞ്ഞ് രണ്ടാളെ കഴിച്ചിൽ വരുന്ന സമയത്താണ് നമ്മൾ എത്തിപ്പെടുന്നത്. അത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സമയത്താണ് അവിടെ തണുപ്പ് ഓവറുള്ള സമയത്താണ് എത്തുന്നത്. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. ഈ വയനാട്ടിലേക്ക് ചുരം കയറിയതിന് ശേഷം നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മളെ നാട്ടില് സമസ്ത എത്രത്തോളം ഉണ്ട് നല്ല ചോദ്യം. ഇന്നലെ രാത്രി
ഏകദേശം ഞാനൊരു ഒരു കോളേജിലൊക്കെ എടുക്കാനും അവിടെ സ്റ്റേയും കാര്യങ്ങളും ഉറപ്പിച്ചിരുന്നത്. പക്ഷേ റൂട്ട് മാപ്പ് ചെറിയൊരു വ്യത്യാസം വന്നു. അതായത് ജാഫർ താരിമേറും അദ്ദേഹം വിളിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മൾ കോർഡിനേറ്റർ ബന്ധപ്പെട്ടാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണവും കാര്യങ്ങളും ഇന്ന് കെടുത്തും കാര്യങ്ങളും. എന്നിട്ട് ഏകദേശം ഭക്ഷണത്തിനാവാണ് രാത്രി ഏകദേശം ഒരു 10 മണി സമയത്ത് അദ്ദേഹം എവിടെയാണ് സുൽത്താൻ ബത്തേരി ഞങ്ങളെ കാത്തിക്കാണ്. ഇത് സംസ്ഥാനത്തോടുള്ള മുഹബത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് മക്കാമുണ്ട് അറിയാൻ കഴിഞ്ഞു. അതിലപ്പുറം ആനമങ്ങാട് ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. ആനമങ്ങാട് ഉസ്താദ് എനിക്ക് കൂടുതൽ അറിയില്ല, അതിന് ഉസ്താദിനെ ചോദിക്കണം എങ്ങനെയൊക്കെ ചരിത്രം കാര്യങ്ങളൊക്കെ. ആനമങ്ങാട് ഉസ്താദിന്റെ മില്ലുമുക്കിൽ നിന്നല്ല നിങ്ങൾ ഇപ്പൊ നേരെ വന്നു വരുന്നത്. അവിടെ ആയിരുന്നു അദ്ദേഹം ദർശ നടത്തിയിരുന്ന സ്ഥലം. അതായത് ഈ പരിസരത്തേക്ക് സമസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥാനങ്ങളൊന്നും അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ സംസ്ഥാനം പ്രവർത്തിച്ചവരുണ്ട് അറിയുമ്പോഴാണ്. ആനമങ്ങാട് എന്ന് പറയുമ്പോൾ പെരിന്തൽമണ്ണ അല്ലെ, പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇത്ര വർഷക്കാലം ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഒരു ഖബറും അവിടെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരായിട്ട് ഈ വയനാട്ടിൽ പരിശുദ്ധമായ ദീൻ്റെ പ്രചരണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ തന്നെ ഇതുപോലെ പഴയ കാലത്ത് പറഞ്ഞാൽ ഒരുപാട് പഴക്കുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ട് പ്രബോധനം നടത്തിയ മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മാത്രമല്ല ഈ മഹാന്റെ മക്ബറ കാട്ടിച്ചിറക്കൽ മക്കാണ്. ഈ കാട്ടിച്ചിറക്കൽ എന്ന് പറയാൻ കാരണം അതിലൊരു പൊരുളുണ്ട്. കാട്ടിച്ചിറക്കൽ മക്കാമ് കേരളത്തിൽ തന്നെ അറിയപ്പെട്ടൊരു മക്കാമാണ്. പല ആളുകളും ഇവിടെ വരും. ആ കാട്ടിച്ചിറക്കൽ, അതിൽ തന്നെ കാട്ടിച്ചിറ അങ്ങനെ ഒരു പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ചരിത്രം. അതായത് ഈ മഹാന്റെ നേർച്ച നടക്കുന്ന സമയത്ത് കാട്ടി ഇറങ്ങി വരികയും നേർച്ചയ്ക്ക് വേണ്ടി അറക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുകയും ചെയ്യും എന്നതായിരുന്നു ഇവിടുത്തെ പഴമക്കാർ പറയുന്ന ഒരു കാര്യം, ചരിത്രം. അങ്ങനെയാണ് ഈ ദേശത്തിന് ചിറ വരാൻ കാരണം ആ കാട്ടി വന്ന് കിടന്നിരുന്ന സ്ഥലമാണിത്. അന്ന് ഒരു കുളമായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതിത്തെ വെള്ളം പിന്നെ രോഗശമനത്തിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയില്ലേ ആളുകൾ എടുക്കുന്നുണ്ട്. രോഗശമനത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഈ കാട്ടിച്ചിറക്കൽ ഈ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ കാട്ടി വന്ന് കിടന്നിരുന്ന സ്ഥലമാണ്. പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ, ആ കാട്ടി വന്ന് അതിൻ്റെ അറിവ് കാര്യങ്ങൾ മറ്റൊക്കെ മനുഷ്യന്മാരാണല്ലോ, പിന്നെ തെറ്റുകളൊക്കെ പറ്റിയേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഇല്ലാതായി എന്നും ഇവിടെയൊക്കെ കാട് വെട്ടി തെളിഞ്ഞ് നാടായി മാറിയപ്പോൾ, പണ്ടതൊക്കെ കാടായിരുന്നു, നാടായി മാറിയപ്പോൾ പിന്നീട് അതില്ലാതായി എന്നൊക്കെയുള്ള ചരിത്ര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്. ഈ മക്കാമ് വളരെ അറിയപ്പെട്ടതാണ്. ഈ പിന്നെ 4 മൈൽ ഈ പള്ളിക്ക് കീഴിലാണ് ഈ മക്കാമ് പ്രവർത്തിക്കുന്നത്. അബ്ദുറസാന്ന് ഇങ്ങനെ വിളിക്കലും ഞാൻ വല്ല കുറത്തിട്ടില്ല, നിങ്ങളെ വിളി വരുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളെ വിളിക്കലും നിങ്ങളെ വീട്ടിൽ നിന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കണത്. പക്ഷെ നമ്മൾ എന്താ പറയുക, വടകരയിൽ ആണല്ലോ 3 സ്റ്റെപ്പ്, നാളെ അവിടെ നിന്നാണല്ലോ നമ്മളെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിങ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പിന്നെ ഉസ്താദ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉസ്താദിൻ്റെ കുട്ടീൻ്റെ അസുഖവും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞു, ഞാനും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഉസ്താദിന് ഒരുപാട് മുഹബത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നും എൻ്റെ ഉമ്മാക്ക് നമ്മൾ കുടുംബമാണോ കാര്യങ്ങളാണോ മറ്റുള്ളവർക്കും അല്ലാതെ ഉസ്താദ് എന്താ പറയുക, ചെറിയ ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ ഉപ്പല്ലേ, അത് ഇവിടെ വയനാട്ടിലേക്ക് വരികയും അതായത് പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് വരികയും അങ്ങനെയൊക്കെയാണല്ലോ സംഭവങ്ങൾ. പക്ഷേ എന്നും ആ തഹജ്ജുദിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ഉസ്താദിൻ്റെ വീഡിയോസുകളുണ്ടല്ലോ, ഒരുപാട് മസാലകൾ, വ്യക്തമായിട്ടുള്ള മസാലകൾ ഉസ്താദിൻ്റെ എല്ലാം കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണുന്ന ആളുകൾക്കും ഉസ്താദിൻ്റെ കുട്ടീൻ്റെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ സന്തോഷമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോനിപ്പോൾ ഫുള്ളായിട്ട് റിക്കവറായി. അതായത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവിടെ മിംസിലെത്തിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർ കൃത്യമായ നല്ല പരിചരണം കൊടുക്കാൻ വേണ്ടി സാധിച്ചു, നല്ല ചികിത്സ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന് നല്ല കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. 9.5 ലക്ഷത്തോളം പൈസ ചിലവായിട്ടുണ്ട്. പക്ഷേ ആ പൈസ എവിടെ നിന്നാണ് വന്നത് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ സമസ്ത എന്തെങ്കിലും ഒരു ചെറിയ ഹിദമത്തെങ്കിലും സമസ്തയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആളുകൾ ആ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ചേർത്ത് പിടിക്കുന്നത്. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കടപ്പാടാണ് എല്ലാവരോടും ഉള്ളത്. ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടത്. സംഘടനാ മേഖലയിൽ നിന്ന് വളരെ കൂടുതൽ, അതിനപ്പുറത്ത് വളരെ വൈഡായിട്ടും ആളുകൾ മത ജാതി ഭേദമന്യേ എല്ലാവരും സഹായിച്ച് അങ്ങനെ മോൻക്കിപ്പോൾ റാത്താണ്, കുഴപ്പമൊന്നുമില്ല. ജനിക്കുമ്പോളെ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണ്.
അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് കൊണ്ടുപോകണം, അത്രമാത്രം. കുടുംബക്കാരായ നമ്മൾ തമ്മിൽ രണ്ട് ദേശത്തായത് എന്നുള്ള ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കട്ടെ. അതായത് പഴയ കാലത്ത് മലപ്പുറത്തു നിന്നൊക്കെ ജോലി അന്വേഷിച്ച് വയനാട്ടിലേക്ക് കയറിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ, അതായത് പട്ടിണി പരിവട്ടത്തിൻ്റെ കാലം, അവിടെ ഒന്നും ജോലിയില്ല. ഗൾഫ് വരുന്നതിന് മുമ്പ്, അതിനു മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ്, 50-60 50-60 എൻ്റെ ഉപ്പാക്ക് തന്നെ ഇപ്പോൾ ഒരു 65-66 ആയിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ ചെറുതാവുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ഉപ്പാക്ക് ചെറിയ എത്ര 6 വയസ്സോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 50-60 വർഷത്തിൻ്റെ മേലെ. അപ്പോൾ വല്യമ്മയും കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അന്ന് 2 മക്കളെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. അതാണ് അവിടെയുള്ള കുടുംബക്കാർ. 2 പെൺമക്കളെ അവിടെ കെട്ടിച്ചതാണ്. ബാക്കിയുള്ള ആളുകളെ കൂട്ടിയിട്ട്, മക്കളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതിൽ എൻ്റെ ഉപ്പയുണ്ട്, ഉപ്പാൻ്റെ ജ്യേഷ്ഠനുണ്ട്, പിന്നെ 2 പെങ്ങന്മാരുണ്ട്. ആ 2 പെങ്ങന്മാർ ഇപ്പം ഇന്ന് ആയത്തിലില്ല, മരിച്ചുപോയി. ഉപ്പാൻ്റെ പെങ്ങന്മാർ, അമ്മായികൾ മരിച്ചുപോയി. അതുപോലെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനും ഉപ്പയുണ്ട്. അന്ന് എന്നൊക്കെ പറഞ്ഞാൽ പട്ടിണി കൊണ്ട് വന്നതിന് ശേഷം റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇങ്ങോട്ട് പിന്നെ പീടിയല്ലേ, ആ പീടിയാൻ്റെ വരാന്തയിൽ വൈക്കോല് വിരിച്ചിട്ട് അവിടെ നിന്ന് കിടന്നിരുന്നു വല്യമ്മൊക്കെ. നമ്മൾ ഇത്ര വർഷത്തിനിടയിൽ നമുക്ക് ഉണ്ടായ അള്ളാഹു തന്ന നിയമത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. അത് കുറച്ച് വർഷങ്ങൾക്കപ്പുറം മാറിയതാണ്. അന്ന് പിന്നെ ആ പള്ളിയിലെ ഉസ്താദുമാരുടെ ചോറിൻ്റെ ബാക്കി അത് അവർക്ക് കൊടുത്തേക്കും. ഇതിപ്പോ നമ്മൾക്ക് എനിക്ക് ഉസ്താനെന്ന് അറിയില്ല, ഇപ്പൊ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പൊ നമ്മളിപ്പൊക്കെ പറയും പൂളത്തോല് പുഴുങ്ങിയിട്ടൊക്കെ തിന്നിട്ടുണ്ട്, കുടിച്ചിട്ട് അതിന്റെ വെള്ളം കിട്ടാൻ വേണ്ടിട്ട് അത്രക്കും കഷ്ടപ്പെട്ടൊരു കാലം അതാണ് അല്ലേ ഇതിന്റെ ഇങ്ങോട്ട് വരാനുള്ള കാരണം. ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അറിയാന്നല്ലാതെ കഷ്ടപ്പാട് എന്താണെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എസ്റ്റേറ്റിൽ ജോലി കിട്ടി വല്യമ്മക്ക്. വല്യപ്പ ഇങ്ങോട്ട് വന്നേക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വല്യപ്പക്ക് ഒരു അസുഖം ബാധിച്ച് വല്യപ്പ മരിച്ചു. പിന്നെ വല്യമ്മ മാത്രം ഈ മക്കളെ കൊണ്ട്. വല്യമ്മ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിട്ട് പിന്നെ ഈ മക്കളെ പോറ്റിയത് എൻ്റെ പടക്കുള്ള. അപ്പോൾ ഇങ്ങനെ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയി, പിന്നെ പാടിയിലെത്തി, പാടി കിട്ടി, എസ്റ്റേറ്റിൻ്റെ പാടി കിട്ടി. പാടിയിലായിരുന്നു ദീർഘകാലം താമസം. അങ്ങനെ പിന്നെ പാടിയിൽ വാപ്പൊക്കെ വലുതായതിനു ശേഷം ആ സമയത്തായപ്പോഴത്തേന് ഗൾഫുകളൊക്കെ വന്നു. പിന്നെ വാപ്പ ഗൾഫിൽ പോയി, 5 കൊല്ലം വാപ്പ ഗൾഫിലേനി. അങ്ങനെയായി. പിന്നെ വീടൊക്കെ എടുത്ത് പിന്നെ പഞ്ചാരക്കൊല്ലി എന്നുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. അവിടുന്ന് പിന്നെ ഞങ്ങളൊക്കെ വലുതായത് അവിടെ നിന്നാണ്, സ്കൂളിൽ പോയത് അവിടെ നിന്നാണ്. മലപ്പുറത്തിൽ കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഞാൻ മലപ്പുറത്താണ് പഠിച്ചിട്ടുള്ളത്. കൂടുതൽ എന്നല്ല, ഫുള്ള് മലപ്പുറം. ഈ അബുത്തർ ഫൈസി മാനന്തവാടി എന്നുള്ളത് ആൾക്കാർ എന്തോ ലോകമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇത് പറയില്ല, പക്ഷെ മലപ്പുറം ജില്ലക്കാർക്ക് ഭയങ്കര ആവേശമാണ് ആ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഉസ്താദ് മലപ്പുറം ജില്ലയിലല്ലേ പഠിച്ചിട്ടുള്ളത്? മലപ്പുറത്താണ് ഫുള്ളായിട്ട് പഠിച്ചിട്ടുള്ളത്. ഞാൻ ദർശനത്തിയിട്ടുള്ളത് അവിടെ തന്നെ അല്ലേ? 8 കൊല്ലം ദർശനത്തിയത് മലപ്പുറത്താണ്. 8 കൊല്ലം ഒരു പള്ളിയിൽ തന്നെ ആയിരുന്നു. ചില അസുഖത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ഒഴിവായത്. അപ്പോൾ അവിടെ മലപ്പുറത്ത് നിങ്ങളെ നാട്ടിൽ ഉള്ള ഉസ്താദിൻ്റെ അടുത്താണ് ഞാൻ, എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഉസ്താദിനടുത്താണ് ഞാൻ പഠിച്ചത്. ലത്തീഫ് ബാക്കവി 6 വർഷം അത് പല സ്ഥലങ്ങളിലായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് പിന്നെ ആലത്തൂർപ്പടി വരുന്നത്. ആലത്തൂർപ്പടി വന്നതിന് ശേഷം പിന്നെ ഇവിടെ പോയി, നിസാമിയിൽ പോയി. അതിനുശേഷം പട്ടിക്കാട് പോയി. നിസാമി പട്ടിക്കാട് പോയി. പിന്നെ ദർശനത്തുന്നത് നമ്മൾ ചുങ്കത്ത് മലപ്പുറം മേൽമുറി. ഇന്ന് നിങ്ങളെ ഉസ്താദ് ഷുഹൈബ് വൈസി ദർശനത്തുന്ന കോണമ്പാറിൻ്റെ നേരെ മേലെ ചുങ്കത്താണ് ഞാൻ 8 വർഷം അവിടെ ദർശനത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ അതിൻ്റെ ദർസ് മാറ്റിയിട്ടില്ല. കുട്ടികളെ ഞാൻ അവിടെ തന്നെ ഞാൻ തന്നെ ഒരാളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ തൽക്കാലം അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവായത്. ഇന്നും അവിടെ കുട്ടികളുണ്ട്. പിന്നെ ദർസ് നടന്നുകൊണ്ട് ജിഫ്രി തങ്ങളെ സന്ദേശം ഉണ്ട്. അതുണ്ട്. ജിഫ്രി തങ്ങളുടെ പിന്നെ യാത്ര വയനാട് ജില്ലയിൽ കൂടെ ടച്ച് ചെയ്ത് വരുന്നുണ്ട്. അതിന് സ്വീകരണത്തിൻ്റെ പരിപാടികളൊക്കെ സംഘടന ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലതും സമസ്തക്ക് വേണ്ടിയിട്ട് 100ാം വാർഷികത്തിന് കാത്തിട്ട് നമ്മൾ കൂടുതൽ പ്രചരണം നടത്താതെ നമ്മൾ ഗ്രാമാന്തരങ്ങളോട് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഓരോ ആളുകൾക്കും സമസ്ത അറിയാം, നമ്മളെക്കാളും അറിയാം എന്നുള്ള അതിൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ കൊടി വണ്ടിയും കണ്ടപ്പോൾ എത്ര ആൾ ഒരുമിച്ചോടി? തീർച്ചയായിട്ടും ഇത്ര ആൾ അങ്ങനല്ല. ഇപ്പോൾ ക്യാബിലിപ്പോൾ ഞാൻ ഈ മക്കാമക്ക് ഒരുപാട് നമ്മൾ കടിച്ചിറക്ക മക്കാമ വന്നിട്ടുണ്ട്, ചേർത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇല്ലാത്ത ഇതിപ്പോൾ ആളുകൾ വന്നാണ്ട് നമ്മളെ കണ്ട് തടിച്ചുകൂടി പോവാണ്. സമസ്തൻ്റെ ഒരു ബർക്കത്ത്. അതിൽ നമ്മൾ
അവരുടെ സമസ്ത ആലിമീങ്ങളുടെ ഒരു ഖാദിമായിട്ട് വളരെ താഴെ തട്ടിൽ ഒരു അണിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹു തആല അവരുടെ ഒരു മഹത്വം കൊണ്ട് നമ്മളെയും നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നജീബ് ഫൈസി ഉസ്താദിൻ്റെ ഈ യാത്ര എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുക. അദ്ദേഹം ഈ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശത്തെ ലോകത്ത് നമ്മൾ എത്തിക്കണം. അതിനുള്ള എല്ലാ മീഡിയകളും ഇന്ന് സജ്ജമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.